ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം ആ വീട്ടിലേക്ക് തിരികെ വരില്ലെന്ന് പറഞ്ഞ് കൊല്ലപ്പള്ളിയിൽ തന്നെ താമസാക്കാണ്. ഒടുവിൽ ബാലചന്ദ്രൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും അലീന അവിടുന്ന് പോയി മാറി താമസിക്കാമെന്ന് തീരുമാനം എടുക്കുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് അലീനയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുന്നുണ്ട്. അത് മറ്റെവിടെയുമല്ല, സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് തന്നെയാണ് അവൾ പോകുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മനുവിന് വേണ്ടി വിവാഹം ആലോചിക്കാനായിട്ട് കമല തുനിഞ്ഞിറങ്ങാണ്. അല്ലെങ്കിൽ ആ വേലക്കാരി പെണ്ണിനെ ഇങ്ങോട്ട് തന്നെ അവൻ കൊണ്ടുവരും. അതിനു മുമ്പേ അവൻ്റെ വിവാഹം ഉറപ്പിക്കണം. ആ സമയത്ത് അനന്യയുടെ മുഖം കമലയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. നേരെ ഫോണെടുത്ത് അനന്യയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അനന്യയുടെ അമ്മയുമായിട്ട് കമല സംസാരിക്കാം. അല്ല, മോളുടെ പഠിപ്പൊക്കെ തീർന്നോ? എന്തായി? അവളുടെ വിവാഹം നോക്കുന്നില്ലേ? ആ, വിവാഹം നോക്കുന്നുണ്ട്. പറ്റിയ ഒരു ചെറുക്കനെ കണ്ടെത്തി അവളെ വിവാഹം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് വേണ്ടി ചെറുക്കനെ അന്വേഷിക്കേണ്ട. എൻ്റെ മകൻ മനു അവൾ നല്ല കൂട്ടാണല്ലോ. അവരെ രണ്ടുപേരും ഇങ്ങ് പിടിച്ച് കെട്ടിച്ചാലോ? ഇത് കേട്ടതും അനന്യയുടെ അമ്മക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. മോള് വരട്ടെ, ഞാൻ അവളോടും കൂടെ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാം. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. മോളുടെ അച്ഛൻ ഇപ്പോൾ നാട്ടിലുണ്ട്. അങ്ങനെ അനന്യയുടെ അമ്മ പറയാട്ടോ. അങ്ങനെ അനന്യ വരുന്ന സമയത്ത് അവൾ മനുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. മനുവിനോട് അവൾക്ക് ഇഷ്ടക്കേടുകളൊന്നുമില്ല. ഒരു ഭർത്തവ്യമായി കാണാനും അവൾ ഒരുക്കമാണ്. മനുവിനെ പോലെ നല്ലൊരു മനസ്സും അതുപോലെ ജെന്റിൽമാനായ ഒരാളെ കിട്ടാന്ന് വെച്ചാൽ ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യമാണ്. അനന്യ അത് അമ്മയോട് തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ കമല ഈ വിവരം ശിവനൊക്കെ പറയുമ്പോൾ ശിവൻ പറയും, കമലെ എടി പിടിച്ചിട്ട് നീ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട. അവൻ്റെ മനസ്സറിഞ്ഞിട്ട് മതി. അവൻ്റെ മനസ്സൊന്നും അറിയാനില്ല. അവൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണ് തന്നെയാ അനന്യ. അവളുമായിട്ട് അവൻ എവിടേക്ക് കറങ്ങാറുണ്ട്, ഈ വീട്ടിലും വരാറുണ്ട്. നല്ല കുട്ടിയാണ്. ആ വേലക്കാരിയേക്കാൾ എത്രയോ ഭേദമാണ്. നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടി. പക്ഷേ മനു പറഞ്ഞത് നീ കേട്ടല്ലോ. അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അലീനയെ വിവാഹം കഴിക്കുള്ളൂന്ന്. എന്തായാലും ആ ഇഷ്ടം ഞാൻ നടത്തി കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ മനു വരുന്ന സമയത്ത് ശിവശങ്കരൻ ഈ കാര്യം പറയുന്നുണ്ട്. മോനെ നിന്റെ വിവാഹം തീരുമാനിക്കാം. നിന്റെ അമ്മ തീരുമാനിച്ചു. അമ്മ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അമ്മ പെണ്ണ് കെട്ടേണ്ടി വരും, അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറയണേ. പിന്നെ എന്ന് കെട്ടാനാടാ നീ കണ്ടിരിക്കുന്നത്? അമ്മേ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്കിപ്പോൾ തന്നെ വിവാഹം വേണ്ട. ഞാൻ എൻ്റെ മനസ്സിലിണങ്ങിയ ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. നിന്റെ മനസ്സിലിണങ്ങിയ ഒരു പെൺകുട്ടി തന്നെയാണിത്. അതാരാ എന്ന മട്ടിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് മനു. അന്നേരത്ത് ശിവൻ അവനോട് പറയും, അതെ, മറ്റാരുമല്ല, നിന്റെ കൂട്ടുകാരില്ലേ അനന്യ. അവളുടെ അമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഇവൾ സംസാരിച്ചിട്ടുണ്ട്. അനന്യക്കാണെങ്കിലോ ഇഷ്ടക്കേടുകളൊന്നുമില്ല. നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ ആരാ മോനെ കൊതിക്കാത്തത്? അനന്യ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ഫോണെടുത്ത് അനന്യയെ വിളിച്ച, മനു, നീ എന്താ ഇത്രയൊക്കെ ആയിട്ട് എന്നെ വിളിക്കാതെന്ന് ഓർത്തിരിക്കായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടെ നമ്മുടെ വിവാഹം നിശ്ചയിച്ചോ? അങ്ങനെ കേട്ടു. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കുക. അനന്യയോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് മതി ഇങ്ങോട്ടുള്ള വരവ്. നേരിട്ട് കാണണം. അങ്ങനെ അനന്യ പറഞ്ഞ സ്ഥലത്തേക്ക് മനു പോകുന്നുണ്ട്. എന്താ മനു, ഈ വിവാഹത്തിന് നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അവൾ നിരാശയോട് ചോദിക്കുന്നുണ്ട്. അതെ അനന്യ, നീ എൻ്റെ നല്ല കൂട്ടുകാരിയാണ്. എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരി. പക്ഷേ അതെൻ്റെ ജീവിത പങ്കാളിയല്ല. എൻ്റെ മനസ്സിലിണങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ അനാഥയാണ്. അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവൾക്കൊരു ജീവിതം ഉണ്ടാക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് ഞാൻ അവളുടെ കൂടെയായിരിക്കും. ആരാണ്? അലീനയാണോ എന്ന് ചോദിക്കാണ്. അതേന്ന് അവൻ തലയാട്ടുന്നുണ്ട്. ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരെ മനു ശങ്കരെ? ഇതിലൊരു കുഴപ്പമില്ല. നിന്നെ കെട്ടണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ വെറുതെ നല്ലൊരു പയ്യനെ വിട്ട് കളയണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ സമ്മതം മൂളി എന്ന് മാത്രം. അല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നമല്ല. നിന്നെ എനിക്കറിയാലോ. നീ എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചാൽ അത് തന്നെ നടത്തുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ അനിയനെ വീട്ടിൽ പോയി അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസത്തെ ആ പെണ്ണ് കാണാൻ പോകുന്ന ആ ചടങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ. ആ സമയം കമല ഈ വിവരം പറഞ്ഞ് അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്തിനു കേടാ നിനക്ക്? ആ വേലക്കാരി കൊണ്ടുവരാനാണോ നിന്റെ തീരുമാനം? നല്ലൊരു ബന്ധം നീ ഇല്ലാതാക്കിയത്. അമ്മേ, ഞാൻ പറഞ്ഞു, അനിയന എൻ്റെ കൂട്ടുകാരി മാത്രമാണ്. അവളെ മറ്റൊരർത്ഥത്തിൽ കാണാൻ എനിക്കാവില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ ആലോചിക്കാം. എനിക്ക് വിവാഹം ഇപ്പോൾ അമ്മ ആലോചിക്കേണ്ട. എനിക്ക് വേണ്ട പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടുവരും. നീ കൊണ്ടുവരും
കൊണ്ടുവരുന്ന പെണ്ണിനെ ഞാൻ ഈ പഠിച്ചവിട്ട സമ്മതിക്കില്ല. ആ കൊലീനയല്ലേ, അവൾ എന്തായാലും നീ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അത് അമ്മയാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് ഞാനാണ്. അതിൽ അമ്മ ഇടപെടേണ്ട. തൽക്കാലം നിന്നെ ഇങ്ങോട്ട് അവളെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് തിരിയായിരുന്നു കേട്ടോ. ആ സമയത്താണ് അവരുടെ കുടുംബ വക്കീലായ ഒരാൾ അവിടേക്ക് വരുന്നത്. അയാളെ കണ്ടതും കമല ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ എന്ന അർത്ഥത്തിൽ ചോദിക്കുക, എല്ലാ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശിവശങ്കരൻ മനുവൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കയറിയിരിക്കും, എന്താ ഈ വഴിയൊക്കെ എന്ന് ചോദിക്കുക. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. വരേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിരാമനും ഞാനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു കാര്യം എൻ്റെ അടുത്തുണ്ട്. അതെൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. അതിപ്പോൾ തരണ സമയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ അച്ഛൻ്റെ സ്വത്തുവകളൊക്കെ ഞങ്ങൾ ഭാഗം വെച്ചെടുത്തതാണല്ലോ. ഇനിയിപ്പോൾ എന്താ കാര്യം? അതെ, നിങ്ങളറിയാത്ത മറ്റൊരു രഹസ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ബോക്സ് ശിവശങ്കരൻ്റെ അടുത്തേക്ക് കൊടുക്കാട്ടോ. മനുവും ശിവശങ്കരും ആകെ നെട്ടിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. കമലിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് കുഞ്ഞിരാമൻ സാർ എന്നെ ഏൽപ്പിച്ച ഒരു വിൽപത്രമാണ്. വിൽപത്രോ? അതിന് അച്ഛൻ്റെ പേരിൽ സ്വത്തുക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് തോന്നല്ലേ? അച്ഛന് പല സ്ഥലത്തും കുഞ്ഞിരാമൻ സാറിന് പല സ്ഥലങ്ങളിലും സ്വത്തുക്കളുണ്ടായിരുന്നു. അത് ഞങ്ങളറിയാത്ത സ്വത്തുക്കളോ എന്ന മട്ടിൽ ശിവശങ്കരൻ ഒരു ഫയലെടുത്ത് മറിച്ച് നോക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ഭൂമിയും കുറച്ച് ബിൽഡിങ്ങൊക്കെ ഉള്ളതായിട്ട് ഇതിൽ ആ സ്ഥലത്തിൻ്റെ പേരും കറക്റ്റൊക്കെ ആയിട്ട് ആ ഫയൽ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ആധാരമായിരിക്കും. പിന്നെ ഒരു വിൽപത്രം ഉണ്ടാവും. തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ മക്കൾക്ക് വീതിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ തനിക്ക് താൻ വാങ്ങിച്ചു കൂട്ടിയ ഈ സ്വത്തിന് മറ്റാരും തൻ്റെ മക്കളല്ല അതിൻ്റെ അവകാശി, തൻ്റെ കൊച്ചുമകളാണ്, അലീനയാണ് അതിൻ്റെ അവകാശി എന്ന് തീർത്തെഴുതിയിട്ടുണ്ടാവും. അലീനയോ എന്ന് കരുതി ശിവശങ്കർ അതിലേക്ക് മേടിച്ച് നോൽക്കാട്ടോ. ശിവശങ്കറിന് ശബ്ദം ഇതാക്കാൻ പറ്റുന്നില്ല. മനു അത് വായിക്കുമ്പോൾ മനുവിൻ്റെ മനസ്സിലും സന്തോഷം കൊണ്ട് നിറയാണ്. മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തു വെച്ചല്ലോ. ആ സമയം ശിവശങ്കരനും മനു ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ കമല വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ നോക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെന്താ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്താ അച്ഛൻ അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കണേ. എന്നാൽ ശിവശങ്കരനോ മനുവോ ഒന്നും വിട്ട് പറയുന്നില്ല. വക്കീൽ അവരോട് യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ. ആ സമയത്ത് ആ ഒരു ഫയല് കമലയെ കാണിച്ചു കൊടുക്കുന്നില്ല. നീ ഇപ്പം അത് കാണേണ്ട, ഇത് അച്ഛൻ എഴുതിയ വിൽപത്രം. അതെന്താ ആ വിൽപത്രം ഞാൻ കണ്ടാൽ അത് നീ കാണേണ്ടതല്ലേ പറഞ്ഞത്? നിനക്ക് കാണേണ്ട ആവശ്യമില്ല. എന്നാലും അച്ഛൻ ആ വിൽപത്രത്തിൽ എന്താ എഴുതിയത്? അച്ഛൻ ഇനിയും സ്വത്തുക്കളുണ്ട്. സ്വത്തുക്കളുണ്ട്. അത് ആരുടെ പേരിലാ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കമലക്ക് വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ അവർ ആ ഫയൽ സൂക്ഷിച്ചു വെക്കാം. എന്നാൽ കമല നേരെ വൈജിയെ വിളിക്കുന്നുണ്ട്. വൈജി, എന്തൊക്കെ വിശേഷം? സുഖമാണ് കമലയെടുത്തി. ഇവിടെ നിന്ന് ആ ദുഷിച്ച സാധനം പോയതോടുകൂടെ ഇവിടെ സമാധാനമുണ്ട്. നിന്റെ മക്കളൊക്കെ നീ പറഞ്ഞതനുസരിക്കുന്നുണ്ട്. അലീന ചേച്ചി ഉണ്ടാക്കി വെച്ച കുറച്ച് ടൈം ടേബിൾ ഉണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്. അവരെ എങ്ങനെ നന്നാക്കി എടുക്കണമെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ, എന്തിനാ കമലയെടുത്ത് ഇപ്പോൾ വിളിച്ചത്? അത് പിന്നെ ഇന്ന് രാവിലെ ഒരു വക്കീൽ വന്നിരുന്നു. വക്കീലോ? അതെന്താ കമലയെടുത്തിയും ശിവേട്ടനും കൂടെ ബന്ധം പിരിയാൻ പോവാണോ? നാക്കെടുത്ത് വളക്കാതെ. അതിനൊന്നുമല്ല. അച്ഛനില്ലേ, അച്ഛൻ്റെ ഒരു സൂക്ഷിപ്പുകാരനുണ്ടല്ലോ, ആ ഒരു വക്കീലാ ഇങ്ങോട്ട് വന്നത്. ആണോ ദിവാകരേട്ടനോ? അതെ. എന്താ കാര്യം? അത് പിന്നെ അച്ഛനൊരു വിൽപത്രമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ വിൽപത്രത്തിനെ കുറിച്ച് മക്കളോട് പറയാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് എന്താ വിൽപത്രം? അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കണല്ലോ. അച്ഛൻ്റെ സ്വത്തുവകളൊക്കെ എല്ലാവർക്കും വീതിച്ച് നൽകിയതല്ലേ. പക്ഷേ അതിൽ വൈജയ്ക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ ആ ഒരു വൈജയ്ക്കായിട്ട് ഒന്നും മാറ്റി വെച്ചില്ല എന്നൊക്കെ ഒരു തോന്നൽ വൈജയ്ക്കുണ്ട്. അതൊന്നും അറിയില്ല, എന്താ കാര്യമൊന്നും അറിയില്ല. അച്ഛന് വേറെയും സ്വത്തുക്കളുണ്ടെന്നാ ശിവേട്ടൻ പറഞ്ഞത്. അതിലെന്തായിരുന്നു? എനിക്കറിയത്തില്ല അതിലെന്താ കാര്യമെന്ന്. എന്തായാലും കമലയെടുത്തി ശിവേട്ടൻ ആ ഫയൽ എവിടെ വെച്ചത്? അത് ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കതിൽ അറിയണമല്ലോ എന്താ അതിലെന്ന്. അതെ, എന്തോ അച്ഛനും മകനും മറക്കുന്ന പോലെ തോന്നി. അതറിയേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ശിവേട്ടനില്ലാത്ത സമയം നോക്കി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഫോൺ കട്ട് ചെയ്യാട്ടോ. അപ്പോഴും നമ്മുടെ വൈജയുടെ മനസ്സിൽ എന്തോ ഒരു തോന്നട്ടെ. എന്തായിരിക്കും അച്ഛൻ എല്ലാവരെയും മറച്ചു വെച്ചുകൊണ്ട് തന്നെ ആ ഒരു വിൽപത്രത്തിൽ ഉണ്ടാവുക? തനിക്ക് അച്ഛന് പ്രത്യേകിച്ചൊന്നും നൽകിയില്ല. തനിക്ക് ജോലിയൊക്കെ വാങ്ങി തന്ന അച്ഛൻ തന്നെ. പക്ഷേ അപ്പോൾ ആൺമക്കളുടെ പേരിലാണ് പിന്നെയുള്ള സ്ഥലങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. എനിക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ആരും അറിയാതെ അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണം എന്തായിരിക്കും? അങ്ങനെയെല്ലാം ചിന്തിച്ച് വൈജ കമലയുടെ മെസ്സേജ് വന്നതും അവിടേക്ക് പോവാൻ, കൊല്ലപ്പള്ളിയിലേക്ക് പോവാൻ തയ്യാറാവാണ് കേട്ടോ.
അങ്ങനെ വൈജ അവിടെ എത്തിയതും അവളെ പിടിച്ചോണ്ട് ശിവന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ദേ ആ ഫയൽ ഇവിടെ എവിടെയാണ് വെച്ചത്? കമലെടുത്തി ഇനിയിപ്പോൾ നമ്മളതെടുത്ത് നോക്കിയാൽ അതിന് പ്രശ്നമാമോ? എവിടെ പ്രശ്നമാവാനേ? നമുക്കും അറിയണ്ടേ അച്ഛൻ എന്താ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും തപ്പിത്തെരഞ്ഞ് അവിടെ എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഫയൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ കുഞ്ഞിരാമൻ മേനോൻ ഉപയോഗിച്ചിരുന്ന ആ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ആയിരിക്കും ആ ഫയൽ വെച്ചിട്ടുണ്ടാവുക. ശിവേടൻ ഇവിടെ ഈ റൂമിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാണ്. അങ്ങനെയാണ് ശിവേട്ടൻ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവോ കമലെടുത്തി? ഏയ് അതിന് സാധ്യതയില്ല. മനുവും ശിവേട്ടനും കൂടെയാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ആ ഫയൽ കയ്യിൽപ്പെടാട്ടോ. ആ വിൽപത്രത്തിലെ ഓരോന്ന് വായിച്ച് നോക്കുന്നുണ്ട് രണ്ടുപേരും ഇരുന്ന് കാണ്ട്. അങ്ങനെയാണ് അലീനയുടെ പേര് കാണുന്നത്. എൻ്റെ ബാക്കി വക സ്വത്തുക്കളെല്ലാം അലീനയുടെ പേരിലാണ്. തൻ്റെ മക്കൾക്കെല്ലാം ഞാനതെല്ലാം വീതിച്ചു കൊടുത്തതാണ്. ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടി അലീന എന്ന തൻ്റെ കൊച്ചുമകൾക്കാണ് എന്ന് കണ്ടതും ഇരുവരും നെട്ടുകയാണ് കേട്ടോ. കൊച്ചുമകളോ? അത് ഏത് വകയിലാ അവൾ കൊച്ചുമകൾ എന്ന് കമല ചോദിക്കുന്നുണ്ട്. നെഞ്ചത്ത് കൈവച്ച് വീണ്ടും ആ വിൽപത്രത്തിലേക്ക് നോക്കുക. ഞാൻ ചെയ്തു പോയ ഒരു തെറ്റാണ് എൻ്റെ അലീനെ കൊച്ച്. അവൾ ഇനിയും അനാഥയായിട്ട് ജീവിക്കാൻ പാടില്ല. അവൾ എല്ലാ സുഖസൗകര്യങ്ങളോടെ ജീവിക്കണം. അതിനുവേണ്ടി മാത്രം അവളുടെ പേരിൽ അത്രയും സ്വത്ത് ഞാൻ എഴുതി വെച്ചത്. ഇതിലൊരാൾക്കും അവകാശമില്ല. എൻ്റെ മക്കളും അതിൽ കൈക്കടത്തരുത്. എൻ്റെ കൊച്ചുമകൾക്കുള്ളതാണ് എന്ന് പറയണേ. ഇത് കേട്ട വൈജയ്ക്കങ്ങ് കലിത്തുള്ളാട്ടോ. എന്തിൻ്റെ പേരിലാ അച്ഛൻ ഇമ്മാതിരി വിഡിതം ചെയ്തത്? അവൾ എങ്ങനെയാ കൊച്ചുമകളാവുന്നത്? ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നെന്ന് കരുതി അവൾ കൊച്ചുമകളാവുമോ? ഈ സമയം കമലയും പറയുന്നുണ്ട്. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഏത് വകയിലാ അവൾ കൊച്ചുമകളായിട്ടുണ്ടാവുക? അങ്ങനെ രണ്ടുപേരും കൂടെ അത് കീറിക്കളയാൻ നിൽക്കുമ്പോഴേക്കും ശിവനും മനുശങ്കറും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ആ സമയത്ത് അവരുടെ കയ്യിൽ ആ ഫയൽ കണ്ടതും രണ്ടുപേർക്കും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പുറകിലേക്ക് ഒളിപ്പിക്കുക. എന്താ രണ്ടുപേർക്കും കൂടെ അച്ഛൻ്റെ റൂമിലൊരു കള്ളത്തരം? എന്താ കമലേ എന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വൈജ വന്നപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. എന്താ താഴെയൊന്നും റൂമില്ല ാണോ? നോക്കട്ടെ എന്താണ് ഇതെന്താ ശിവേട്ട എന്ന് ചോദിച്ച് ആ ഫയൽ നേർക്ക് നേരെ നീട്ടുന്നുണ്ട്. അതെന്താ അച്ഛൻ്റെ വിൽപത്രം? അതിനെന്താ ഇത്ര പുതുമ? ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്നാ ചോദിച്ചത്. നിങ്ങളെന്തിനാ അതൊക്കെ മറച്ചു വെക്കുന്നത്? അതെ, അച്ഛൻ കുറച്ച് സ്വത്തുക്കൾ അനാഥയായ ഒരു പെൺകുട്ടിയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര തന്നെ. അങ്ങനെ അനാഥയ ഒരു പെൺകുട്ടിയുടെ മേലെ ഇത്രയൊക്കെ സ്വത്തുക്കൾ എഴുതി വെക്കണം. അച്ഛൻ്റെ ആരാ അവള്? ഒരു ദിവസം അമ്മയെ നോക്കാനായിട്ട് കൊണ്ടുവന്നതല്ലേ അവൾ അനാഥാലയത്തിൽ നിന്ന്. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് പിന്നെ അച്ഛന് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇങ്ങനൊരു വിൽപത്രം തയ്യാറാക്കിയത്? അതൊക്കെ അച്ഛൻ ഫോണിലൂടെ നേടിയതായിരിക്കും. എന്നാലും ഇത് ആരും അറിയാത്ത ഇത്രയും സ്ഥലവും ഭൂമിയും കെട്ടിടവും അച്ഛന് പെട്ടെന്നൊരു ദിവസം എവിടെ നിന്നുണ്ടായി? അങ്ങനെയാണ് വൈജയുടെ ചോദ്യത്തിന് മുമ്പിൽ ശിവനും തന്നെ ഒന്നും അറിയില്ലായിരുന്നു. അച്ഛൻ എപ്പോഴാണോ ഇതൊക്കെ വാങ്ങിയതെന്നും അലീന പേരിൽ ഇങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കിയതും ഒന്നും തന്നെ ശിവൻ അറിയില്ലായിരുന്നു. ഇതിനെന്താ ഒരു അനാഥ പെൺകുട്ടിക്ക് കുറച്ച് സ്ഥലവും ഭൂമിയും അച്ഛൻ കൊടുക്കുന്നു? മുത്തശ്ശനെ ഒരു കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. അതങ്ങനെ ചിന്തിച്ചൂടെ? നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച് മുത്തശ്ശൻ തന്നിട്ടുണ്ടല്ലോ. മനുവിൻ്റെ ചോദ്യം കേട്ടതും വൈജ പറയും. നിനക്ക് അങ്ങനെ ആയിരിക്കും. നിനക്ക് അവളെ അങ്ങ് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ നിനക്ക് കിട്ടിയല്ലേ ഈ സ്വത്തുകൾ. എൻ്റെ ചോദ്യം അതല്ല. നിനക്ക് കിട്ടിക്കോട്ടെ. പക്ഷേ ഒരു അനാഥയായ ഒരു പീറപ്പെണ്ണിൻ്റെ മേലെ ഇത്രയേറെ സ്വത്തുക്കൾ എഴുതി വെക്കണമെങ്കിൽ അച്ഛൻ്റെ ആരാ? ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഈ മകൾക്ക് അച്ഛന് എന്താ തന്നത്? എന്നിട്ട് അനാഥ പെണ്ണിന് എൻ്റെ ജീവൻ നശിച്ചവൾക്ക് ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കലിത്തുള്ളി വൈജ അവിടെ നിന്ന് പോവാട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് പോയാലും ഒരു മനസമാധാനം ആ നശിച്ചവൾ എനിക്ക് തരുന്നില്ലല്ലോ. അവൾ എൻ്റെ കയ്യിൽ കിട്ടി എന്നെ കൊന്നു കളയും. അവളുടെ പേരിൽ വിൽപത്രം എഴുതിയിരിക്കുന്നു. കൊച്ചുമോളാണെന്ന് പറഞ്ഞിട്ട് ഏത് വകയിലാ അച്ഛൻ അങ്ങനെ ഒരു കൊച്ചുമകൾ? ഇനിയിപ്പോൾ അച്ഛന് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകളായിരിക്കുമോ? അങ്ങനെ ഒരു കൊച്ചുമകളാണെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ വൈജയുടെ ഉള്ളിൽ ഒരു സംശയം വരാട്ടോ. അങ്ങനെ വൈജ തൻ്റെ സംശയം കമലയോട് പറയുന്നുണ്ട്. ആർക്കറിയാം അച്ഛന് എവിടേക്ക് മക്കളുണ്ട് മരുമക്കളുണ്ടെന്ന കാര്യം എനിക്കറിയത്തില്ല. എന്നാലും ഇത് വലിയ ചതിയായിപ്പോയി. കമലയുടെ എന്തിനാ ടെൻഷനാവുന്നത്? ഭാവിയിൽ അത് കമലെടുത്തേക്ക് തന്നെ വന്നു ചേരാനുള്ളല്ലോ. ഏത് വകയിൽ? അതെ, മനു അവളെ എന്തായാലും വിവാഹം കഴിക്കും. അപ്പോൾ കമലെടുത്തേക്ക് തന്നെ ഈ സ്വത്തുക്കളൊക്കെ വന്നു ചേരുമല്ലോ. എൻ്റെ പട്ടി സമ്മതിക്കും. അവളെപ്പോലെ ഒരു അനാഥ പെണ്ണിനെ കുടുംബം കലക്കിയവൾ എൻ്റെ മകനിനിപ്പോൾ ഇട്ടുമുള്ള സ്വർണം കൊടുത്താലും ഈ ലോകം മുഴുവൻ കൊടുത്താലും എൻ്റെ മകന് അവളെ വേണ്ട. ആ ഒരു നശിച്ചവൾ ഏതോ സ്ത്രീ പിഴച്ച് പ്രസവിച്ച ആ നശിച്ച പെണ്ണിന് എൻ്റെ മകൻ എന്തായാലും ഞാൻ അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മനു അങ്ങനെയല്ലല്ലോ. മനുവിന് അവളെ ഇഷ്ടമാണ്. മനു അവളെ വിവാഹം കഴിക്കുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്വത്തുക്കൾ പുറത്തൊന്നും പോവില്ല.
ദേ വൈജയ്, നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിക്കാതെ നീ ഒന്ന് ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? അങ്ങനെ ആ ഒരു അലീനയോട് ഈ വിവരം മനു വിളിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പേ അലീന കൊച്ചി, നിന്റെ പേരില്ലേ ഒരു വിൽപ്പത്രം തയ്യാക്കിയിട്ടാ മുത്തശ്ശൻ മരിച്ചത്, കുറ്റബോധം കൊണ്ടാവും. ഈ സമയം അലീന അത് കേട്ടതും ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ടിപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അതെ, അമ്മയും വൈജാൻ്റിയും നല്ല കലിപ്പിലാണ്. എന്തിൻ്റെ പേരിലാണ് നിനക്ക് അത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചെന്ന് ചോദിച്ച് അമ്മയും വൈജാൻ്റിയും കൂടെ ഇവിടെ യുദ്ധം വെട്ടി തുടങ്ങി. എന്നാലും എനിക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ട, അത് ആർക്കെന്ന് വെച്ചാൽ ഞാൻ എഴുതി തരാം. അതെൻ്റെ പെണ്ണിൻ്റെ പേരിൽ എൻ്റെ മുത്തച്ഛൻ നൽകിയതാ, അത് അവിടെ തന്നെ വെച്ചോ, അത് നിനക്ക് അർഹതയുള്ളതാ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കാൻ നടന്നാലുണ്ടല്ലോ എൻ്റെ തനി സ്വരൂപം നീ അറിയും. എൻ്റെ മനുവേട്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ അച്ഛനും തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പപ്പ. പക്ഷേ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ അനാഥയാണ്. ആ അനാഥത്തോടെ ഞാൻ ജീവിച്ചോളാം. ഇപ്പം എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. മനുവേട്ടൻ, പപ്പ, അച്ഛൻ, അനിയത്തിമാർ, എൻ്റെ അനിയൻ, അങ്ങനെ ഒരുപാട് പേര്. അവരുടെ സ്നേഹം മാത്രം മതി എനിക്ക്. എൻ്റെ കൂടെ ഇതും കൂടെ ഇരിക്കട്ടെ. അങ്ങനെ മനു അവളോട് പറയും, നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നീ ഒന്നുമില്ലാത്തവളാവരുതല്ലോ, അനാഥയാവരുത്. എല്ലാം അങ്ങനെ തല ഉയർത്തി പറയണം, എൻ്റെ പെണ്ണാണ്, നീ വൈജാൻ്റിയുടെ മകളാണ്, എൻ്റെ മുറപ്പെണ്ണാണെന്ന് എനിക്ക് എല്ലായിടത്തും ദേ മനുവേട്ടാ, വെറുതെ അച്ഛന് നെഞ്ചുവേദന ഉണ്ടാക്കേണ്ട. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാണെന്നേ. ബാലചന്ദ്രൻ അങ്കിളോ കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും ഉള്ളൂ നിനക്ക്. അതെ, എൻ്റെ സ്വന്തം പപ്പ പോലും എനിക്കുള്ളൂ. ഇത് കേട്ട സ്റ്റാലിൻ അവിടെ പുറകെ നിൽക്കുന്നുണ്ടാവും. അയാളുടെ മുഖമൊന്ന് മങ്ങുന്നുണ്ട്. തൻ്റെ മകൾ ബാലചന്ദ്രമേനോനെ ഒരുപാട് സ്നേഹിക്കുകയും സ്വന്തം അച്ഛനായി കാണുന്നതും അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനമേ തനിക്കുള്ളെന്ന് മനസ്സിലാക്കി സ്റ്റാലിൻ അങ്ങ് തിരിഞ്ഞ് നടക്കാട്ടോ. എന്നാൽ അലീനെ കണ്ടിട്ടുണ്ടാവും അച്ഛൻ്റെ മുഖം മാറിയതും. പപ്പ എന്നാട്ടോ സ്റ്റാലിനെ വിളിക്കുന്നത്. ബാലചന്ദ്രനെ അച്ഛ എന്നാണ് അവൾ വിളിക്കുക. അങ്ങനെ പപ്പ അവിടെ നിൽക്കുന്ന പറഞ്ഞ് കയ്യിൽ പോയി പിടിക്കുന്നുണ്ട്. എന്താ അച്ഛ പിണങ്ങിപ്പോയോ? അതെൻ്റെ അച്ഛനല്ലേ, ഇതെൻ്റെ പപ്പയും. ഈ പപ്പയുടെ ചോരയല്ലേ ഞാൻ. അതെൻ്റെ വളർത്തച്ഛനും. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എനിക്ക് രണ്ടുപേരും പ്രധാനമുള്ളവരാണ്. അല്ല, നീ ഇപ്പോൾ ആരോടാ സംസാരിച്ചത്? അത് മനുശങ്കറിനോട്. മനുവേട്ടനോടില്ലേ? എന്താ നിൻ്റെ പ്ലാന്? ആ കുടുംബത്തിലേക്ക് തന്നെ വലതുകാൽ വെച്ച് കയറാനാണോ നിൻ്റെ തീരുമാനം? അത് അങ്ങനെയൊന്നുമില്ല. എൻ്റെ അച്ഛന്മാർ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ഈ അലീനയ്ക്കുള്ളൂ. എന്നാൽ ആ ബന്ധം വേണ്ട. അവരുമായി ചതിയും വഞ്ചനയും നിറഞ്ഞ ആ വീട്ടിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞയക്കില്ല. നിനക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുപിടിച്ച് തരും. മനുവിനെയും വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവളുടെ പുറകെ നടക്കരുതെന്നും അവൾക്ക് ആശ കൊടുക്കരുതെന്നും അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടെത്തി കൊടുക്കും. അവനെ മാത്രമേ അവൾ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന്. ഇത് കേട്ടതും മനുവിനും വലിയ സങ്കടമാവാനട്ടോ. അലീനയും മനുവും വേർപിരിയാൻ പോകുന്ന രംഗങ്ങളൊക്കെയാട്ടോ പിന്നീട് വരുന്നത്. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.